ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ സന്തോഷത്തിലാണ് അൽക്കോബാർ ഹിദായ ദഅവ സെൻ്ററിൻ്റെ 11ാമത് ഇഫ്താർ ടെൻറ്റിലേക്ക് നമുക്ക് വരാനും ഇവിടെ ഒരുമിച്ചിരിക്കാനും കഴിഞ്ഞത്. അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഏത് വർഷങ്ങളിലും നിങ്ങൾക്കറിയുന്നത് പോലെ 5000-ഓളം ആളുകളെ ഓരോ ദിവസങ്ങളിലും നോമ്പ് തുറപ്പിക്കുകയാണ് ഹിദായ ദഅവ സെൻ്റർ. അതിൽ ഈ ദഅവ സെൻ്റർ നമുക്ക് ചെയ്യുന്നത് ഏത് രാജ്യക്കാരാണോ ഏത് പ്രദേശത്തുകാരാണോ അവരവർക്ക് പ്രത്യേകം ടെൻറ്റുകൾ നിങ്ങൾ കാണുന്നു. അവരവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ നാട്ടിലെ ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുക്കുന്നു. വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് മതപരമായ ക്ലാസ്സുകൾ നമ്മൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നു. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ ആർക്കും എത്തിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നു. സൗജന്യ ഉംറകൾ, അതുപോലെ തന്നെ നിശ പഠന ക്യാമ്പുകൾ, ഇതൊക്കെ ഹിദായ ദഅവ സെൻ്റർ പ്രവാസികളായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. നോമ്പുകാരായ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നമുക്കറിയാത്ത, നമ്മളെ അറിയാത്ത ആളുകളാണ് നമുക്ക് വേണ്ടി ഈ സംവിധാനങ്ങൾ ഒരുക്കിയത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലെ 1ാമത്തെ നോമ്പ്, അതിൻ്റെ അവസാന സമയമാണിത്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മളിൽ ബാക്കിയായി നിൽക്കുന്നത്. ഏത് മനുഷ്യരും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയം. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് നീ സ്വീകരിക്കണേ. ഇന്നക അൻത സമീഉൽ അലീം, നീയാണ് എല്ലാം കേൾക്കുന്നവൻ, നീയാണ് എല്ലാം അറിയുന്നവൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ചെറുതായതും വലുതായതും രഹസ്യമായതും പരസ്യമായതുമായ ഒട്ടേറെ തെറ്റുകളുണ്ട് റബ്ബേ. ആ തെറ്റുകൾ കാരണത്താൽ എൻ്റെ നോമ്പ് നീ സ്വീകരിക്കാത്ത ഒരവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് അള്ളാഹുവോട് നാം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പല നിലക്കും ആളുകൾ സ്വീകരിക്കുന്നു. ഇന്ന് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ടാകും. അള്ളാഹുവിൻ്റെ പള്ളിയിൽ സാധാരണത്തേക്കാൾ പ്രത്യേകതകളുണ്ടെന്ന്. ജനനിബിഡമാണ് പള്ളികൾ. കാരണം ഏത് മനുഷ്യനും അറിയാം, റമളാനിന് മുമ്പ് ഞാൻ പള്ളിയിൽ പോകാത്തത് അത് തെറ്റ് തന്നെയാണ്. നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് ശരിയല്ലാത്തൊരു പണിയാണ്. നോമ്പാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ഒരു മാറ്റങ്ങൾ നമ്മളിലൊക്കെ വരുന്നു. ഈ മാറ്റങ്ങൾ കേവലം റമളാനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മാറ്റങ്ങൾ എപ്പോഴും തുടരണം എന്ന ചിന്തയിലാണ് ഇന്നത്തെ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ പള്ളിയോട് നാം ബന്ധം സ്ഥാപിക്കേണ്ടത്. ആ നിലക്കാണ് നോമ്പെടുക്കുന്നതെങ്കിൽ, അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചാണ് നോമ്പെടുക്കുന്നതെങ്കിൽ നമുക്കറിയണം അതിൻ്റെ കൂലി. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസം മൻ സ്വാമ റമളാനിൽ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ എടുക്കുന്നത്. അള്ളാഹിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി
പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ നോമ്പെടുക്കുന്നതെങ്കിൽ അള്ളാഹു അവന് നൽകുന്ന പ്രതിഫലം ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ മുൻകാലത്ത് ചെയ്തു പോയ ഏത് തെറ്റും അള്ളാഹ് പുറത്തു കൊടുക്കുന്നു. അള്ളാഹു നമുക്കൊക്കെ പൊറുക്കുമാറാകട്ടെ. നമ്മൾ മുൻകാലത്ത് ചെയ്ത ഏത് തെറ്റും അള്ളാഹ് പൊറുക്കും നമ്മൾക്ക്. നമ്മുടെ നോമ്പ് അള്ളാഹിൻ്റെ കൂലിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതിൻ്റെ അത്ഭുതം പ്രിയപ്പെട്ട നോമ്പുകാരെ, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് റബ്ബ് പറയുന്നത്? ആദമിൻ്റെ ഏത് നന്മകൾക്കും കൂലി നൽകുന്നത് നാമാണ്. എത്രയാണ് അള്ളാഹ് കൂലി നൽകുന്നത്? അള്ളാഹ് തന്നെ പറയുന്നു, അവൻ ഒരു നന്മ ചെയ്യുമ്പോൾ 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു കൂലി നൽകുകയാണ്. ഒരു നന്മ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന കാരുണ്യം ഒരു കൂലിയല്ല, ഒരു നിസ്കാരത്തിന് ഒരു കൂലിയല്ല, ഒരു പുഞ്ചിരിക്ക് അള്ളാഹ് ഒരു കൂലിയല്ല നൽകുന്നത്. നന്മയുടെ കൂലി ആരംഭിക്കുന്നത് 10 മുതലാണ്. അത് 20ലേക്കും 100ലേക്കും 500ലേക്കും 700ലേക്കും അതിനപ്പുറത്തേക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മുടെ നന്മക്ക് കൂലി നൽകുന്നു. അള്ളാഹിൻ്റെ റഹ്മത്ത് അങ്ങനെയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇല്ല സൗം, നോമ്പൊഴികെ. നോമ്പിന് 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 500 അല്ല, 700ഉമല്ല. നോമ്പിൻ്റെ കൂലിയെപ്പറ്റി അള്ളാഹ് പറയുന്നു, ഇല്ല സൗം, നോമ്പിന് ഇങ്ങനെയൊന്നുമല്ല. ഫഇന്നഹു ലീ വഅനാ അജ്സീ ബി, നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിൻ്റെ കൂലി നാമാണ് നൽകുന്നത്. അള്ളാഹ് പറയാ, നോമ്പിൻ്റെ കൂലി അതെനിക്കുള്ളതായതുകൊണ്ട് നാമാണ് നോമ്പിൻ്റെ കൂലി നൽകുന്നത്. ഇന്ന് വരെ ലോകത്തൊരാൾക്കും അള്ളാഹ് അറിയിച്ചിട്ടില്ല എത്രയാണ് ആ നോമ്പിൻ്റെ കൂലി നന്മ അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് എന്ന്. കാരണം അള്ളാഹ് പറയുന്നു, ഇന്നഹു യദഅ ത്വആമ വശറാബഹു മിൻ അജലി വശഹവതഹു മിൻ അജലി, അവൻ ഭക്ഷണം ഒഴിവാക്കിയത് സുബഹി മുതൽ മഗ്രിബ് വരെ ആരും കാണാനില്ലാഞ്ഞിട്ടുകൂടി ഭക്ഷണം ഒഴിവാക്കിയത്, വെള്ളം ഒഴിവാക്കിയത്, അവൻ്റെ വിചാരങ്ങളെ പിടിച്ചു നിർത്തിയത് ഞാൻ കാരണമാണ്. അതുകൊണ്ട് നാം അതിന് കൂലി നൽകും. 2 സന്തോഷമുണ്ട് നോമ്പുകാർക്ക്. ഒന്ന്, ഈ ഇഫ്താർ ടെൻറ്റിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ ഈ സമയത്ത് നോമ്പ് തുറക്കാനിരിക്കുന്ന ലോക മുസ്ലിമീങ്ങൾ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷങ്ങളാ. ആ സന്തോഷമുണ്ടവന് രണ്ടാമത് റബ്ബ് പറയുന്നു, രണ്ടാമതവൻ എന്നെ കണ്ടുമുട്ടുമ്പോൾ അവനൊരു വല്ലാത്ത സന്തോഷമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി നോമ്പെടുത്തിട്ട് അള്ളാഹിനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാ. സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനോട് ചില കാര്യങ്ങൾ പച്ചയായി സൂചിപ്പിക്കുകയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, ചെയ്ത തിന്മകളെ ഓർമ്മപ്പെടുത്താനല്ല, മറിച്ചൊന്നുമല്ല. പലരും നിങ്ങൾ കേട്ടിരിക്കും പറയുന്നത്, റമദാൻ ആകുമ്പോഴത്തേക്ക് വരും, പള്ളിയിലേക്ക് നിറയും, റമദാൻ കഴിയുമ്പോൾ പിരിഞ്ഞു പോകും. ഇത് ആരെയും വേദനിപ്പിക്കാൻ പ്രഭാഷകന്മാർ പറയുന്ന വാക്കുകളല്ല, നമ്മൾ വായിക്കേണ്ടി വരുന്ന ലേഖനങ്ങളല്ല. ഒരു സത്യം അതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ സമയമെങ്കിലും നമ്മൾ ആ പള്ളിയിലേക്ക് എത്തുന്നത് ഇത്തിരിയെങ്കിലും ഈമാൻ നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ടായിട്ടാണ്. നമ്മുടെ മനസ്സിൽ ബാക്കിയുണ്ട്. ആരെയും കളിയാക്കേണ്ടതില്ല. റമദാൻ ആകുമ്പോഴത്തേക്ക് നീ എത്തിയെന്നോ, ആ നിലക്ക് പള്ളിയിലേക്ക് വരുന്നവരെ, ഖുർആൻ തൊടുന്നവരെ, അത് ഓതുന്നവരെ പുച്ഛിക്കാനോ കളിയാക്കാനോ നമ്മൾ ആളല്ല. മനസ്സിൽ ഒരല്പമെങ്കിലും ഈമാൻ അത്തരം ആളുകളിൽ ബാക്കിയുണ്ട്. അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് നമ്മൾക്ക് പറയാൻ സാധിക്കണം, ഈ പള്ളി ഏത് സമയത്തും നിലനിൽക്കുകയാണ്, റബ്ബിൻ്റെ വീടാണ്. ഏത് നേരത്തും ഈ പള്ളിയിലേക്ക് വന്ന് അള്ളാഹിനോട് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോ, ആഗ്രഹമുള്ളതൊക്കെ പറഞ്ഞോ, റബ്ബിനോട് ദുആ ചെയ്തോ. ആ നിലക്ക് സഹോദരന്മാരെ, നോമ്പിനെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അള്ളാഹുവാണ് ഈ നോമ്പിൻ്റെ കണക്കില്ലാത്ത കൂലി നൽകുന്നത്. മൻ സ്വാമ, ആരെങ്കിലും നോമ്പെടുക്കുകയാണ്, ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിലാണ് അവൻ എടുക്കുന്ന നോമ്പ്. അതുകൊണ്ട് അവൻ അള്ളാഹ് നൽകുന്ന കൂലി 70 വർഷം അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു പിന്നിലേക്ക് മാറ്റുകയാണ്. 70 വർഷം. ഒരു ദിവസത്തെ, മൻ സ്വാമ യൗമൻ, ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷമാണ് അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു തആല ബഹുദൂരം പിന്നിലാക്കുന്നത്. ഏതാണ് ഈ നോമ്പ്? നോമ്പ്
ആത്മാർത്ഥമായി എടുക്കുന്ന നോമ്പ്. ചില ആളുകളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ് വറുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. റുബ്ബ സായിം, എത്ര നോമ്പുകാരാ, എത്ര നോമ്പുകാരാ. ആയിരക്കണക്കിന് നോമ്പുകാർ ലോകത്ത് ജീവിക്കുന്നു. അവരും സുബഹി മുതൽ മഗ്രിബ് വരെ അവരും നോമ്പെടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെപ്പറ്റിയാണോ ഇത് എന്ന് നമ്മളാ പരിശോധിക്കേണ്ടത്. ഒരുപാട് നോമ്പുകാരുണ്ട്, അവർ പട്ടിണി കിടക്കുന്നു, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, വിചാരങ്ങളെ പിടിച്ചു നിർത്തുന്ന ഈ നോമ്പുകാർ ഭക്ഷണം കഴിക്കാത്തവരാ. ആ ആളുകളെ പറ്റി പറയുന്നു, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. അവൻ്റെ നോമ്പ് കൊണ്ട് അവൻ നേടിയെടുത്തത് കുറേ വിശന്നു എന്ന് മാത്ര, കുറേ ദാഹിച്ചു എന്ന് മാത്ര. അള്ളാൻ്റെ അടുക്കൽ ഒരു കൂലി പോലും, ഒരു മൊട്ടുസൂചിയുടെ കൂലി പോലും കിട്ടാത്ത, ഒരു കടുകുമണിയുടെ കൂലി പോലും കിട്ടാത്ത നോമ്പുകാരുണ്ട്. വറുബ്ബ ഖായിം, എത്ര നോമ്പുകാരാണ് രാത്രിയിൽ സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന, തറാവീഹ് നമസ്കരിക്കുന്ന ആളുകൾ സുദീർഘമായി മണിക്കൂറുകൾ നിൽക്കുന്നു, ഇമാമിൻ്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. അവൻ്റെ ആ നൃത്തം കൊണ്ട് കുറേ ഉറക്കൊഴിവാക്കി എന്നതല്ലാതെ പടച്ചോൻ്റെ അടുക്കൽ ഒരു കൂലിയും കിട്ടാത്ത ആൾക്കാരാ, ഒരു കൂലിയും ലഭിക്കാത്ത ആളുകൾ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാ നോമ്പിലൂടെ പട്ടിണി മാത്രം ബാക്കിയാകുന്നു, നിസ്കാരത്തിലൂടെ ഉറക്കൊഴിവാക്കൽ മാത്രമാകുന്നു? എന്തേ? അവൻ്റെ കണ്ണിന് നോമ്പില്ല, അവൻ്റെ കാതിന് നോമ്പില്ല, അവൻ്റെ കൈകാലുകൾക്ക് നോമ്പില്ല. ആമാശയത്തിന് മാത്രമാണ് അവൻ്റെ നോമ്പുള്ളത്, അല്ലേ? അതിലേക്കൊന്നും പോകുന്നില്ല. കണ്ണുകൊണ്ട് ഹറാമായത് മുഴുവൻ കാണുന്നു. നോമ്പെടുത്ത് സിനിമ കാണുന്ന ആളുകൾ, നോമ്പെടുത്ത് വൃത്തികെട്ടത് കാണുന്ന ആളുകൾ, നോമ്പെടുത്ത് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേട്ട്, അശ്ലീല സംസാരം അത് കേട്ട്, തോന്നിവാസങ്ങൾ കേട്ട്, അതുപോലെ തന്നെ ഹറാമിലേക്ക് നടന്നെടുത്ത് ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ. എത്ര നോമ്പെടുത്തിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കാര്യവുമില്ല. ഇവിടെ 500 ആളുകൾ ഈ ടെൻറ്റിൽ നോമ്പ് തുറക്കാൻ വരുന്നവർ, അതിൽ ഭൂരിഭാഗം ആളുകളും ഇന്നിൻ്റെ ലോകത്ത് വാട്സപ്പിൻ്റെ ആളുകളാണ്. ഇത് ഉപയോഗിക്കാത്ത ആരുമില്ല, എല്ലാവർക്കുമുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് എളുപ്പങ്ങളുണ്ട്, ഒരുപാട് ലാഭങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ലഭിക്കാൻ ചെയ്യാവുന്ന ഒരുപാട് കർമ്മങ്ങൾ ഇതിലൂടെ ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെയൊക്കെ വാട്സപ്പുകൾ നമ്മൾ നോക്കണം. ഞാൻ നോമ്പെടുക്കുമ്പോൾ നോമ്പുകാരനായി എൻ്റെ പോക്കറ്റിലിട്ട് ഞാൻ പള്ളിയിലേക്ക് കയറുന്ന എൻ്റെ മൊബൈലുകളിൽ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തത് എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലേ? നോമ്പെടുത്തിട്ട് നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് വരുന്ന, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന വൃത്തികെട്ട ആളുകൾ, അവർ വിടുന്ന വൃത്തികെട്ട വീഡിയോകളും അതുപോലെ തന്നെ പിക്ചേഴ്സുകളും മെസ്സേജുകളും നമ്മുടെ നോമ്പിനെ തകരാറിലാക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഈ ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് കേവലം ആമാശയത്തിന് നോമ്പുണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ഖൽബിനാണ് നോമ്പ് വേണ്ടത് ആദ്യമായിട്ട്. നമ്മുടെ ജീവിതത്തെ നോമ്പിന് പിടിച്ചു നിർത്താൻ സാധിക്കണം. അതാണ് നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടത്. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, റബ്ബി വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാ അള്ളാഹ് നമ്മൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ലോകത്ത് പല ആളുകളും, ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകൽ ചില മണിക്കൂറുകൾ നമ്മളെ വിശത്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്തുകൊണ്ട് വിശന്നുകൊണ്ടിരിക്കാനല്ല ഈ മണിക്കൂറുകൾ നമ്മളെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു തആല. മറിച്ച് എന്തിനാ ഈ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടി. എന്ന് വെച്ചാൽ റമദാനിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കുറേ കാര്യങ്ങൾ ആളുകൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, പറയാറുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ നോമ്പിലൂടെ അള്ളാഹു തആല പറയുന്നു, മനുഷ്യരെ, സത്യവിശ്വാസികളെ,
നിങ്ങളുടെ നോമ്പ് നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ തഖ്വയുണ്ടാക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് തഖ്വയുണ്ടാക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഹറാമ് കാണാൻ അവസരം കിട്ടുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഞാൻ നോമ്പെടുത്തവനാ അള്ളാഹ്ക്ക് വേണ്ടി, അതുകൊണ്ട് ഇതെനിക്ക് കാണാൻ പാടില്ല, ഇതെനിക്ക് ചെയ്യാൻ പാടില്ല. ഏത് സമയത്തും നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് സാധിക്കണം. ഹറാമുകളിലേക്ക് പോകാതെ, ഹറാമുകൾ പറയാതെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ അൻ യദഅ തുആമ വശറാബ. ആരെങ്കിലും മോശപ്പെട്ട സംസാരങ്ങൾ ഒഴിവാക്കുന്നില്ല, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കുന്നില്ല, ഫലൈസ ലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ആവശ്യമില്ല, റബ്ബിന് ആവശ്യമില്ല. മോശപ്പെട്ട സംസാരങ്ങൾ ഒഴിവാക്കാതെ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഒഴിവാക്കാതെ ആരെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് അവരാവശ്യമില്ല. എന്തിന്? ഷറാബ, അവൻ ഭക്ഷണം ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്കൊരാവശ്യവുമില്ല, വെള്ളം ഒഴിവാക്കിയിട്ട് അള്ളാഹ്ക്കൊരു കാര്യമില്ല. കൂലി വേണോ നിങ്ങൾക്ക്? മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഈ വാട്സപ്പുകൾ. നമ്മൾ തെറ്റ് കാണില്ല, തെറ്റ് ചെയ്യില്ല, പക്ഷെ നമ്മൾക്ക് വരുന്ന വൃത്തികെട്ട മെസ്സേജുകൾ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ന്യായം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് ബാത്തുലാക്കി കളയും. നോമ്പ് ഇബാദത്ത് ചെയ്യേണ്ട മാസ, ഇബാദത്തുകൾ ചെയ്യേണ്ട മാസ, നന്മ അധികരിപ്പിക്കേണ്ട മാസ. ഇതിൻ്റെ പിന്നാലെ കൂടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളും അതിനു മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ആളുകളായി മാറിക്കഴിഞ്ഞു എല്ലാവരും. അതുകൊണ്ട് ശരിക്കും നമുക്കറിയാം, ഇത് ജൂതൻ്റെ മാധ്യമമാണ്. എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്ക് ജൂതൻ്റെതാണ്. ആ ജൂതൻ തന്നെ പണം കൊടുത്ത് വാങ്ങി ഈ അടുത്ത്, അല്ലേ, വാട്സപ്പുകൾ. എന്തിനാ? വലിയൊരു ലക്ഷ്യമുണ്ടവർക്ക്, വലിയൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തൊരു മനുഷ്യരോടും ജൂതൻ തൃപ്തി ഉണ്ടാവുകയില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, മുസ്ലിമേ, ജൂതൻ ഒരിക്കലും നിന്നെക്കുറിച്ച് തൃപ്തിയുള്ളവനല്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലത്തഹും, നീ അവരുടെ മാർഗം പിന്തുടരുന്നത് വരെ. ജൂതനും ക്രിസ്ത്യാനിയും അവൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ എത്തുന്നത് വരെ അവർ നമ്മളെക്കുറിച്ച് തൃപ്തരല്ല. ഏതാണ് ആ വഴി? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ മുസ്ലിങ്ങളെ സഞ്ചരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്തും നമ്മുടെ നോമ്പിനെ പിടിച്ചു നിർത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ നോമ്പുകാരെയാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. അല്ലാതെ നാട്ടിൽ കുറേ നോമ്പുകാരെ കാണാം. റമദാൻ ആകുമ്പോൾ സ്പെഷ്യൽ ഭക്തികൾ വന്ന്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഇബാദത്തുകളിലേക്ക് അടുക്കാനുള്ള ആളുകൾ. ആ ഒരു സീസൺ തഖ്വയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഈ നോമ്പ് അത് തുറക്കാനിരിക്കുന്ന ഈ സമയത്ത് നമ്മളിപ്പോഴേ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, എൻ്റെ നോമ്പ് നീ സ്വീകരിക്കണേ എന്നും, നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീക്ക് നൽകണേ എന്ന് അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി പറയുന്നു മറ്റൊരു വിഷയം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാനിൽ രാത്രി നിസ്കരിക്കുകയാണ് ഈമാനോടുകൂടി, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു അവർക്കും അള്ളാഹു തആല എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. ഈമാനോടുകൂടി അള്ളാഹിൻ്റെ കൂലി മോഹിച്ചുകൊണ്ട് ആരും ഉന്തിത്തള്ളി നിർബന്ധിച്ചു പോയി നിസ്കരിക്കുകയല്ല. ഈമാനോടുകൂടി റബ്ബിൻ്റെ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ഒരു ഇമാമിൻ്റെ കീഴിൽ പോയി നാം നിസ്കരിക്കുകയാണ്, റമളാനിലും അല്ലാത്ത സമയത്തും രാത്രി. ഈ ഹദീസിൽ റമളാനിൽ ആരെങ്കിലും രാത്രി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല എല്ലാ തെറ്റും പുറത്തു കൊടുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു ഇമാമിൻ്റെ കൂടെ തറാവീഹ് മുഴുവനായും ആരെങ്കിലും നമസ്കരിച്ചാൽ, ഒരു ഇമാമിൻ്റെ കീഴെ നിന്നുകൊണ്ട് ഒരു ഇമാമിൻ്റെ കൂടെ തറാവീഹ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവന് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച കൂലിയാണ് അള്ളാഹു നൽകുന്നത്. സഹോദരങ്ങളെ, പല കടകളിൽ, പല കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് തൗഫീഖുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, പലർക്കുമുണ്ട്, വൈകുന്നേരങ്ങളിൽ ജോലി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾ തറാവീഹ് നമസ്കാരം ഇമാമിൻ്റെ കീഴിൽ തന്നെ പതിവായി എവിടെയും തെറ്റിക്കാതെ നമസ്കരിക്കാൻ നാം ശീലിക്കണം. റമദാൻ കഴിഞ്ഞാലും ഈ നമസ്കാരങ്ങൾ നമ്മൾ തുടരണം. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഓരോ ദിവസങ്ങൾ നമ്മൾക്ക് സംസാരിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എല്ലാ അദബുകളും നമ്മൾ കേട്ട് കഴിഞ്ഞ ഒരുപാട് മര്യാദകളൊക്കെ ഈ നോമ്പ് കാലത്ത് നാം ശീലിക്കുക. ഇന്നത്തെ വിഷയത്തിൽ പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് ഊന്നിപ്പറയാനുള്ളത് നമ്മുടെ തഖ്വ ബോധമാണ്. നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടിയാണ് നാം എടുത്തത്. ആരും കാണാനില്ലാഞ്ഞിട്ടും അറിയാനില്ലാഞ്ഞിട്ടും നമ്മൾ വെള്ളം കുടിച്ചില്ലല്ലോ, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എന്തിനാ? അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ വേണ്ടിയാ. ഈ നാഥൻ ഏത് വിഷയത്തിലും നമ്മളെ കാണുന്നുണ്ട്. കച്ചവടത്തിൽ കാണുന്നു, നമ്മുടെ റൂമിൽ കാണുന്നു, ജോലി സ്ഥലത്ത് കാണുന്നു, എല്ലാ സ്ഥലത്തും കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ആ റബ്ബ് കാണുമെന്നുള്ള ബോധത്തിൽ, ആ തഖ്വ ബോധത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ ഏത് വർഷങ്ങളിലും ഏറ്റവും നല്ല ടെൻറ്റ് മലയാളികളുടെ ടെൻറ്റായിട്ടാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയാറുള്ളത്. ഓഫീസിൽ വെച്ച് നമ്മുടെ വൃത്തിയും നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും അങ്ങനെയാണ്. ഈ വർഷവും നമ്മൾ പ്രത്യേകിച്ച് ഈ ദഅ്വാ സെൻ്ററിൻ്റെ അധികാരികൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ നിഅമത്തിനെ നമ്മൾ കണക്കാക്കണം. ഒരു വറ്റ് താഴെ വീണാൽ ലോകത്തതിന് ആവശ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നുണ്ട്, പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്. ഈ വർഷത്തെ റമദാനിൻ്റെ ടെൻറ്റിൻ്റെ ഈ സന്ദേശം, റബ്ബ് തന്ന നിഅമത്തിനെ കണക്കാക്കണേ. ഒരു വറ്റും നമ്മൾ താഴെ കളയരുത്, ഒന്നും വേസ്റ്റാക്കരുത്. നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ് ഒരു തമ്പ്ര ഉപയോഗിക്കാതെ കിടക്കുന്നത്. ആരും വളണ്ടിയറെ കാത്തു നിൽക്കേണ്ടതില്ല. ഇവിടെ വന്ന അതിഥികളല്ല നിങ്ങൾ, ഇതിൻ്റെ ആളുകളാണ് നിങ്ങൾ. നിങ്ങളത് പ്രത്യേകമായി എടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം. ഇടത് കൈ കൊണ്ട് തിന്നരുത്, കുടിക്കരുത്. അള്ളാഹു നമ്മൾക്ക് വലത് കൈയാണ് നല്ലത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സംവിധാനിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇടത് കൈ കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും പിശാചാണ്. ആ പിശാചുക്കളുടെ ആളുകളായി നമ്മൾ മാറരുത്. സ്വയം നിയന്ത്രിക്കുക. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അപ്പുറത്തുള്ളവർ പറഞ്ഞു കൊടുക്കുക. എല്ലാവരും ഒരുപക്ഷെ നോമ്പ് തുറക്കാനിരിക്കുന്ന കൂട്ടത്തിൽ അമുസ്ലിം സഹോദരങ്ങളും ഉണ്ടായേക്കാം. അവരോടും മാന്യമായി നല്ല രീതിയിൽ നമ്മൾ ഉപദേശിക്കുകയാണ്. നമ്മുടെ ഒരു ഇസ്ലാമിൻ്റെ നിയമമെന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ നിയമമാണ്. ഇസ്ലാം മതമെന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ മതമാണ്. ഒരു മുസ്ലിമിൻ്റെ മാത്രം മതമല്ല, അത് അള്ളാഹുവിൻ്റെ മതമാണ്. ലോകത്തെ സൃഷ്ടിച്ച, ലോകത്തെ മനുഷ്യരെ പടച്ച ആ ദൈവത്തിൻ്റെ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ സന്ദേശം ഏത് മനുഷ്യനും ഉൾക്കൊള്ളുകയാണ്. സൂര്യൻ ആ റബ്ബിനെ അനുസരിക്കുന്നു, ചന്ദ്രൻ ആ റബ്ബിനെ അനുസരിക്കുന്നു, എല്ലാ ജീവജാലങ്ങളും അനുസരിക്കുന്നു, നമ്മളും അനുസരിക്കുന്നു. ആ റബ്ബാണ് നമുക്ക് തന്ന നിയമം. അള്ളാഹു തന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹു നമ്മൾക്ക് സംവിധാനിച്ച നമ്മുടെ വലത് കൈയാണ് അതിൽ ഉപയോഗിക്കേണ്ടത്. അതാണ് അള്ളാഹ്ക്കിഷ്ടം. പിശാചിൻ്റെ ആളുകളാണ്, പിശാചുക്കളാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും. അതുപോലെ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന നിങ്ങൾ സ്ക്രീനിൽ കാണുകയാണ്. റഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. റഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം പോയി, ഞാടി ഞരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം ഉറച്ചു. ഇത് പ്രാർത്ഥിക്കണം. കാരക്ക കൊണ്ടാണ് നിങ്ങൾ നോമ്പ് തുറക്കേണ്ടത്. അതുപോലെ തന്നെ അത് കാരക്കയും വെള്ളവും കുടിച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് 5:45 ഇവിടെ പഠന ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ്സിന് കൂടി പ്രിയപ്പെട്ടവരെ താല്പര്യത്തോടു കൂടി നമ്മൾ വന്നിരുന്ന് നമുക്കറിയുന്ന അറിയാത്ത കാര്യങ്ങളൊക്കെ ചർച്ചകൾ ചെയ്യാനും പഠിക്കാനും ശ്രദ്ധിക്കണം. മഗ്‌രിബ് നമസ്കാര ശേഷം ഖുർആൻ അറിയാത്ത ആളുകൾക്ക് അത് ഓതിപ്പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.